How many of you have noticed this surgical scar in the shoulder of Jude Bellingham? എല്ലാവർക്കും ജൂഡ് ബെല്ലിംഗാമിനെ അറിയാം. അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സർജിക്കൽ സ്കാർ? 2023 അദ്ദേഹം ബൊറൂസിയ ഡോർട്ട്മണ്ടിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റത്തെ സീസണിൽ കളീന്റെ ഇടയ്ക്ക് ഒരിക്കൽ വീണിട്ട് ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയി. അതിനുശേഷം അദ്ദേഹം അത് വെച്ച് തന്നെ വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുകയും പലപ്പോഴായിട്ട് മൾട്ടിപ്പിൾ ടൈംസിൽ വീണ്ടും റീ ഇഞ്ചറി പറ്റി. ഓരോ തവണ ഇഞ്ചറി പറ്റുമ്പോഴും ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആവുന്നു. അങ്ങനെ 2025 അദ്ദേഹം ഒരു സർജറി ചെയ്തു. ഷോൾഡർ ഡിസ്ലൊക്കേഷന് വേണ്ടിയിട്ട് ലെറ്റാർജി പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട്. ലെറ്റാർജി പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോൺ ബ്ലോക്ക് എടുത്ത് നമ്മൾ തെന്നിപ്പോകുന്ന ഷോൾഡറിന്റെ ഫ്രണ്ടിൽ ഒരു ബ്ലോക്ക് പോലെ വെക്കും. അപ്പൊ ഈ ഒരു പ്രൊസീജിയർ കാരണം നമുക്ക് അതിനുശേഷം ഷോൾഡർ അല്ലെങ്കിൽ ഷോൾഡർ ജോയിന്റിൽ നിന്ന് ഹ്യൂമറസ് തെന്നിപ്പോവില്ല. റിപ്പീറ്റഡ് ആയിട്ട് ഈ ഷോൾഡർ ജോയിന്റ് തെന്നി പോകുമ്പോൾ ഓരോ തവണ തെന്നുമ്പോഴും കാർട്ടിലേജ് ഡാമേജ് ഉണ്ടാവും. മുട്ട് തേയ്മാനം എന്നൊക്കെ പറയുന്ന പോലെ ഷോൾഡറിലും ഓരോ തവണ തെന്നുമ്പോഴും ഷോൾഡറിലെ ഹ്യൂമറസിലുള്ള ഹെഡിലുള്ള കാർട്ടിലേജ് ഡാമേജ് ആയിട്ട് പിന്നെ ഷോൾഡർ ജോയിന്റിൽ ആർത്രൈറ്റിസ് വരും. ആർത്രൈറ്റിസ് വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ആക്ടിവിറ്റീസ് മാത്രമല്ല, വെറുതെ ഇരിക്കുമ്പോൾ പോലും നമുക്ക് ഷോൾഡർ പെയിൻ വരും. പിന്നെ മുട്ടൊക്കെ മാറ്റിവെക്കുന്ന പോലെ ഗ്രാജുവലി നമുക്ക് ഷോൾഡർ മാറ്റിവെക്കേണ്ടി വരും. അപ്പം ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും റിക്കറന്റ് ആയിട്ട് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വരുന്നുണ്ടെങ്കിൽ ലെറ്റാർജി എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. സി വാട്ട് ജൂഡ് ബെല്ലിംഗ്ഹാം ഹാവ് ഡൺ ആഫ്റ്റർ ദ സർജറി. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അദ്ദേഹം 7 ഗോൾ അടിക്കുകയും ഇംഗ്ലണ്ടിലെ വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോററായി മാറുകയും ചെയ്തു. സോ ഇത്തരത്തിലുള്ള സർജറിക്ക് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആക്റ്റീവായിട്ട് ലൈഫ് സ്റ്റൈലിലേക്ക് വരാൻ പറ്റുകയും പേടിയില്ലാതെ വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്പോർട്സിലേക്ക് തിരിച്ചു വരാൻ പറ്റുകയും ചെയ്യും. ഇത്തരത്തിലുള്ള പരിക്കുള്ള ഏതെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്.